ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്നപകന്ധരവധി വീരഗാമികൾ ഏറ്റുപാടിയ വാടികൾ കുന്നത്ത് കുഞ്ഞകമ്മ രാജ്യം കുട്ടിമാർ അംഗങ്ങൾ മുഹമ്മദ് പേർച്ചകളെല്ലാം പ്രണയിച്ച മാമലനാടിന്റെ മണൽത്തറികളെ ഉലകമണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപറകിലായിക്കൊണ്ട് ആദാലബന്ധം വരുന്ന ജനമനസ്സുകളുടെ അംഗീകാരങ്ങളും ആശീർവാദങ്ങളും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കരുവാരകുണ്ടിൽ UDF പ്രവർത്തകർ സ്വീകരണം നൽകി. UDF അധികാരത്തിൽ വന്നാൽ മലയോരത്തിൻ്റെ കണ്ണീർ തുടയ്ക്കുന്ന പദ്ധതിക്കാവും പ്രഥമ പരിഗണനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. UDF മലയോര സമരയാത്രയ്ക്ക് കരുവാരകുണ്ടിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിലും കൃഷിനാശത്തിലും വർഷങ്ങളായി കണ്ണീര് കുടിക്കുന്ന മലയോര കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ കാലത്ത് 60,000-ൽ പരം വന്യജീവി ആക്രമണങ്ങളുണ്ടായി. 1000-ഓളം പേർ മരിച്ചു, 8,000-ഓളം പേർക്ക് പരിക്കേറ്റു, 4,000-ലേറെ പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാനുമുണ്ട്. 4 വർഷമായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, 1 രൂപ പോലും ചെലവഴിക്കുന്നുമില്ല. വന്യമൃഗങ്ങളെ തടയാൻ പരമ്പരാഗത മാർഗങ്ങൾ പോലും സർക്കാർ സ്വീകരിക്കുന്നുമില്ല. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളിൽ ഐക്യദാർഢ്യം അറിയിക്കാനാണ് യാത്ര നടത്തുന്നത്. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുന്നതുവരെ UDF പോരാടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമെന്നും അതോടെ ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സങ്കടക്കടലാണ് മലയോരം, ഭീതിയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ബത്തേരിയിൽ പോയപ്പോൾ ഒരു ദിവസം പറഞ്ഞു 5 കട ഇറങ്ങിയിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ഒരു ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ പറ്റുമോ? പശുവിനെ കിടന്ന് പാലൊന്ന് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പേടിയാണ്, ഭീതിയാണ്. മുഖത്ത് നോക്കിയാൽ ഭീതിയാണ്. ഞാൻ മാനന്തവാടിയിൽ അജീഷിനെ കൊല ചെയ്തു, വന്യമൃഗാക്രമണത്തിൽ കൊല ചെയ്തു. വീട്ടിൽ പോയപ്പോൾ 6ാം ക്ലാസ്സുകാരിയായ മകൻ എന്നോട് ചോദിച്ചു, ഞാൻ അനാഥയായി സാർ, ഇനി ഒരു അനാഥയും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റും? നമ്മുടെ ചങ്കി കുത്തുന്ന ചോദ്യമാണ്. ആ സങ്കടം നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം, സംശയമില്ല. അതിൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 18 പേരും അതിനുവേണ്ടി പോരാടും, ഒരു സംശയവും വേണ്ട. UDF ആ തീരുമാനമെടുത്തിട്ടുണ്ട്. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്, നിങ്ങളുടെ MLA അനിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സർക്കാരിനെ കൊണ്ട് നമുക്കത് ചെയ്യിക്കണം, വേണ്ടേ? ചെയ്തില്ലെങ്കിൽ വലിയ താമസമൊന്നുമില്ല, ഇത് തീരാറായി. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തിരിച്ചു വരും. മുൻഗണന കൊടുത്ത് മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ തീർക്കും, സംശയം വേണ്ട. ഈ ജാഥ നടത്തുന്നത് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണീര്, അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ. ഒരു കാര്യം അവരോട് പറയാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ മലയോര യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയോജക മണ്ഡലം UDF ചെയർമാൻ P. ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ MM ഹസൻ, CMB സെക്രട്ടറി CP ജോൺ, MLA-മാരായ അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ്, നജീബ് കാന്തപുരം, AP അനിൽകുമാർ എന്നിവരും DCC പ്രസിഡന്റ് VS ജോയി, ഷാനിമോൾ ഉസ്മാൻ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, N ഉണ്ണീൻകുട്ടി തുടങ്ങിയവരും പ്രസംഗിച്ചു. UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, KPCC സെക്രട്ടറി ആലിപ്പറ്റ ജമീല, അഷ്റഫ് കോക്കൂർ, കുഞ്ഞാപ്പു ഹാജി, TD ജോയി, V ആബിദലി എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. മലയോര മേഖലയുടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും, വന്യമൃഗ ശല്യം മൂലം നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭീകരമായ ഭയാനകമായ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, മലയോര മേഖലയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.
ഇനി വന്യജീവികളുടെ പിന്തുണ കിട്ടുമോ എന്നാണ് സർക്കാർ നോക്കുന്നത് എന്നുമാണ്. കാരണം നിയമസഭയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ തയ്യാറാക്കിയ ബില്ല് അത് നിയമമാകാൻ അവർ ആഗ്രഹിച്ച ഒരു ബില്ലാണ്. ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ബില്ല് തയ്യാറാക്കിയത് ആർക്കു വേണ്ടിയാണ് എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാക്കും: ഇനി ജനങ്ങളുടെ പിന്തുണ ഈ സർക്കാരിന് ലഭിക്കില്ല എന്ന് അവസാനത്തെ ബോധ്യവും അവർക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ ജനജീവിതം, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ഭീതിയിൽ അവരുടെ ജീവിതം ഇന്ന് മുമ്പോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഭീതിജനകമായ ജീവിതം നയിക്കുന്ന ജനതയെ അവരെ സംരക്ഷിക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, അവരോട് കൂടെ നിന്നുകൊണ്ട് ഇന്ന് അവർ നേരിടുന്ന ഈ പ്രതിസന്ധിയെ അവരോടൊപ്പം നിന്ന് കൈകോർത്ത് അവരതിൽ നിന്ന് കൈകയറ്റി പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് UDF ഇന്ന് ഈ ജാഥ നയിച്ച് കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ഇവിടെ താമസിച്ച് ഇതിനേക്കാളും എത്രയോ കൂടുതൽ ഹിംസ്ര ജന്തുക്കൾ ഉണ്ടായിരുന്ന കാലത്ത് അവരുമായി ചേർന്ന് ജീവിച്ചു പോയവരാണ് നമ്മുടെ ആദിവാസി സമൂഹം. അവർക്കും രക്ഷയില്ല. ഇന്ന് 2 കുടുംബങ്ങൾ നിലമ്പൂരിൽ വന്നു പ്രതിപക്ഷ നേതാവിനെ കാണാൻ. ആദിവാസി കുടുംബങ്ങളാണ്. 2 പേരുടെയും ഗ്രഹനായകന്മാരെ ആന ചവിട്ടിക്കൊന്നു. അപ്പൊ ആദിവാസികൾ മുതൽ കർഷകരും കൊടിയേറ്റക്കാരും ഇവിടെ തനത് നാട്ടുകാരായ കർഷകരും ഇങ്ങോട്ട് കൃഷി ചെയ്യാൻ വേണ്ടി വന്നവരും അടക്കമുള്ള 3 ഇനം ആളുകളും ഇന്ന് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ മലയോര ജനതയോടുള്ള വലിയ ഒരു കടപ്പാട് കേരള സമൂഹത്തിനുണ്ട്. കേരള സമൂഹം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും വ്യവസായ രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും പുരോഗതിയുടെ പിന്നിൽ മലയോര ജനതയുടെ വലിയ ത്യാഗങ്ങളുണ്ട്. കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ ഇന്ന് പൊറുതിമുട്ടി കഴിയുകയാണ്. ഇവിടെ വെള്ളത്താടി നജീബ് കാന്തപുരമൊക്കെ പറഞ്ഞു, ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷയില്ല. അഴിമതി, അക്രമം ഈ രാജ്യത്ത് ജനജീവിതത്തെ പരിപൂർണമായും ദുസ്സഹമാക്കിക്കൊണ്ട് ഒരു ഭരണം ഇവിടെ കഴിഞ്ഞ 8 വർഷമായി നിൽക്കുന്നു. ഈ മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ചുമതല നാട് ഭരിക്കുന്ന സർക്കാരിനുള്ളതാണ്. ആ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അവർക്കാവില്ലെങ്കിൽ അത് ഭരണരംഗത്തെ വൻ പരാജയമായി കാണേണ്ടി വരും. സർക്കാരിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നാട്ടിൽ കടുവ ഇറങ്ങിയാൽ ഉടനെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന നിർദ്ദേശമല്ല. സബ് കമ്മിറ്റി ഉണ്ടാക്കി പരിഹരിക്കാൻ കഴിയുന്നതല്ല വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പഞ്ചാരക്കൊല്ലിയിൽ പോലും രാധ എന്ന് പറയുന്ന തൊഴിലാളി മരണപ്പെട്ട സമയത്ത് രാധയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ വരെ കിട്ടുന്നത് ആ കടുവയുടെ വയറിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എത്ര വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ മലമ്പ്രദേശം മാത്രമല്ല. ഞാൻ ഇന്നലെ തീരപ്രദേശത്ത് കൂട്ടായിലെ ജനപ്രതിനിധികളെ കണ്ടു. അവര് പറഞ്ഞു, ഞങ്ങൾ ഭീതിയിലാണ്. പൊന്നാനി കൂട്ടായി അഴിമുഖത്തെ ടൂറിസത്തെ ബാധിച്ചിരിക്കുന്നു. രാത്രി ലൈറ്റിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം തീരപ്രദേശത്തും പുലിയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നു. തീരപ്രദേശത്ത് മൃഗങ്ങളെ, അവിടെ വളർത്തു മൃഗങ്ങളെ പിടികൂടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ പുഴയോരങ്ങളിലൂടെ ഈ കാട്ടിൽ നിന്ന് കടുവയും പുലിയുമൊക്കെ നമ്മുടെ തീരപ്രദേശത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഇതിന്റെ ഭയാനകരമായൊരവസ്ഥ എത്ര വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.